Hi, my name is Nitin and welcome to a new video. Wait. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ let me tell a story about me and about this video. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ ഹോബീസ് ഉണ്ടല്ലേ. എനിക്കും ഉണ്ട് അതുപോലെ കുറച്ച് ഹോബീസ്. ചിലർക്ക് അവരുടെ ഹോബീസ് ചെയ്യാൻ ടൈം കിട്ടാറുണ്ട്, എന്നാൽ ചിലവർക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല. അത് ചിലപ്പോൾ ഓരോ ജോബ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്റ്റഡീസ് കാരണമായിരിക്കാം. അങ്ങനെ ഹോബീസ് ചെയ്യാൻ ടൈം കിട്ടാത്ത ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇനി അടുത്തൊരു ജോബ് കിട്ടുന്നവരെ ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒട്ടും വേസ്റ്റാക്കാതെ തന്നെ എൻ്റെ ഹോബീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹോബി ആയിട്ടുള്ള മോഡൽ കാർസിൻ്റെ കളക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാനൊരു മോഡൽ കാറായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. മോഡൽ കാർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൽ സ്കെയിലൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഐ തിങ്ക് ഇറ്റ്സ് 1:32 സ്കെയിൽ ആൻഡ് അതിൽ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളൊരു ടോയ് കാർ തന്നെയായിരുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത് അത് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വെക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് അതിൽ വരുത്തിയിട്ട് ഫ്രെയിം ചെയ്ത് വയ്ക്കുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ചേസ് റീബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ടൂൾസും മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഞാനൊരു ചേസ് അതിന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നൗ യു ക്യാൻ വാച്ച് ദ വീഡിയോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ കാറ്. ടൊയോട്ട സുപ്ര മാർക്ക് 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണിത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ചേസാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല, അതിലിനിയും കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. ഇതിൻ്റെ വർക്ക് തന്നെ റൂമൊക്കെ നല്ല മെസ്സി ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ. അതുപോലെ നമ്മുടെ മ്യൂസിക് ലിസണിങ് സെറ്റപ്പിൽ ചെറിയ അപ്ഡേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നെക്സ്റ്റ് വരുന്നതാണ്. ഈ കാറിൻ്റെ കൂടെ കുറച്ച് പാർട്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചിലത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിൽ ഒരു പാർട്ടാണ് ഈ ഹുഡ് എന്ന് പറയുന്നത്. നല്ലൊരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിലാണ് ഇതിൻ്റെ ഹുഡ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറാണിത്. ഇത് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യില്ല, കാരണം ഇതിൻ്റെ പുൾ ബാക്ക് മോട്ടറിൻ്റെ ഒരു ഹമ്പൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. സോ വി ആർ നോട്ട് ഗോണ യൂസ് ദാറ്റ്. അതുപോലെ ഇതിൻ്റെ കൂടെ റിയർ വിങ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പോയിലർ എന്നൊക്കെ പറയും. ഇതും നല്ലൊരു കാർബൺ ഫൈബർ ഫിനിഷിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെനിക്കിഷ്ടമാകാത്തൊരു സംഭവം ടെയിൽ ലൈറ്റാണ്. അത്ര വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്തൊരു ടെയിൽ ലൈറ്റാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലൊരു ഓപ്പണബിൾ വിൻഡോ ഉണ്ടായിരുന്നു. ഇതും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ നമ്മുടെ റോളർ കേജാണ് വരുന്നത്. സോ ഇതും നമ്മൾ യൂസ് ചെയ്യുന്നില്ല.
ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഇതിൻ്റെ ബോട്ടം പീസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്രണ്ട് സ്കേർട്ട്, സൈഡ് സ്കേർട്ട്, അതുപോലെ ബാക്ക് സ്കേർട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബോട്ടം പീസിൽ അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ബോഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റം കേജിലേക്കോ ആക്കേണ്ടി വരും. ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് പെയിൻറ്റ് ജോബൊക്കെ ഇതിൻ്റെ അടിപൊളിയായിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു സ്റ്റിക്ക് വിത്ത് ദിസ് കളർ ഫോർ നൗ. ഫസ്റ്റ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ചില പോർഷൻസ് ഒന്നും കറക്റ്റ് അലൈൻ ആയിരുന്നില്ല. പിന്നെ കൂടുതലും പുറത്ത് കാണാത്ത പോർഷൻസിലായതുകൊണ്ടും അതുപോലെ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് ആയതുകൊണ്ടും അത്ര നോട്ടീസബിൾ അല്ല. നേരത്തെ പറഞ്ഞ ബാക്ക് വിൻഡോൻ്റെ ഹിഞ്ചസിൻ്റെ ചെറിയ ഗ്യാപ്പുകൂടെയാണ് നമ്മുടെ റോളർ കേജ് വരുന്നത്. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ലുക്സ് നൈസ് നൗ. ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റേഴ്സൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്നൊരു സിംഗിൾ കോർ കേബിളാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ചെയിസൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോൾഡറിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോൾഡറിങ് അത്ര അധികം അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷനൊക്കെ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ്. അതുപോലെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു ബ്ലൂ കളർ സ്പ്രേ പെയിൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കൊരു വർക്കിംഗ് സസ്പെൻഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്തിയിരുന്നു. അതിൻ്റെ ലോവർ ആമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ബട്ട് നമ്മുടെ ഷോക്ക് അബ്സോർബറിനുള്ള മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്നൊക്കെയാണ് ചെയ്തത്. വണ്ടിയുടെ ചേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ സ്കെച്ച് വരച്ചിട്ട് അതിൽ നിന്നാണ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ബോഡിയുടെ ഫ്രണ്ട് വീലിൻ്റെ ഏറ്റവും ടോപ്പ് തൊട്ടിട്ട് ബാക്ക് വീലിൻ്റെ ഏറ്റവും ബോട്ടം വരെയുള്ള ഒരു ലെങ്ത്ത് എടുത്തു. അതുപോലെ വീലിൻ്റെ ബ്രെഡ്ത്ത് എടുത്തിട്ട് സിമ്പിളായിട്ടൊരു റെക്റ്റാങ്കിൾ വരച്ചു. അതിൽ നിന്ന് ബേസിക്കായിട്ടുള്ളൊരു സ്ട്രക്ചർ വരച്ചിട്ടാണ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ വരച്ചിട്ട് കിട്ടിയൊരു ബേസിക് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ബോട്ടം കാണാൻ പറ്റുന്നത്. അതിൽ ചെറിയ ഡിഫറൻസൊക്കെ പിന്നീട് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്പ്രേ പെയിൻറ്റിങ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2-3 ട്രയലൊക്കെ നോക്കിയിട്ടാണ് ചേസിലടിക്കാൻ തുടങ്ങിയത്. ഒരു 2-3 കോട്ട് അടിച്ചതിന് ശേഷം ഡ്രൈ ആവാൻ ഒരു 30 മിനിറ്റ്സ് ടൈം കൊടുത്തിട്ടുണ്ട്.
And after the painting, this is how it looks. നമ്മുടെ കാറിൻ്റെ കളർ നല്ല ലൈറ്റ് കളർ ആയതുകൊണ്ടും അതുപോലെ നമ്മുടെ ചേസിൻ്റെ കളർ നല്ല പോപ്പ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല കോൺട്രാസ്റ്റ് കിട്ടുന്നുണ്ട്. പെയിൻറ്റ് ഡ്രൈ ആവുന്ന ടൈമിൽ തന്നെ വണ്ടിയുടെ സ്കേർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ ബോട്ടം പീസിൽ നിന്ന് കട്ട് ചെയ്ത് സാൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതിൽ ബാക്ക് സ്കേർട്ടിൽ കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. മേ ബി ഞാൻ അതിൻ്റെ സൈലൻസർ പോർഷൻ കട്ട് ചെയ്ത് കളയും. അതുപോലെ അതിൻ്റെ 2 സ്ക്രൂ ചെയ്യാനുള്ള പില്ലേഴ്സ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ ഒഴിവാക്കും. ലെറ്റ്സ് സീ. And that's it for this video. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും stay tuned and don't forget to support this channel.